മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. യേശുവിനെ ഒരുവൻ കണ്ടുമുട്ടുമ്പോൾ അസാധാരണമായ മാറ്റങ്ങളാണ് അവനിലുണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സുബോധമുള്ളവനായി ജീവിക്കുക എന്നത്. മനുഷ്യരെ ഉപദ്രവിച്ചും സ്വയം ഉപദ്രവിച്ചും മാനസിക വിഭ്രാന്തി പൂണ്ട് ചങ്ങല പോലും പൊട്ടിച്ചു കളയുന്ന ഒരുവനിൽ ഒരു നിമിഷം കൊണ്ട് അത്ഭുത മാറ്റം യേശു നൽകി. ദൈവത്തിന്റെ ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ് എന്ന് 2 തിമോത്തിയോസ് 1:7 കാണാം. ക്രമമായ ഒരു ജീവിതം നയിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നു. വികാരങ്ങളും ജീവിത സമ്മർദ്ദങ്ങളും മനുഷ്യനെ നിയന്ത്രണാതീതമായ നിലയിലാക്കാൻ പോരാടുമ്പോൾ സമാധാന പ്രഭുവായ യേശു അവയെല്ലാം ശാന്തതയോടെയും ക്ഷമയോടെയും നേരിടുവാൻ പ്രാപ്തരാക്കുന്നു. ഏതു വലിയ ഭൂതാത്മ ശക്തിയെക്കാളും എത്രയോ വലുതാണ് യേശുവിൻ്റെ ശക്തി. യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മുതൽ തൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുള്ളതിനാൽ പിന്നൊരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. പലപ്പോഴും നാം എടുത്തുചാട്ടം കാണിച്ചും പ്രാർത്ഥിക്കാതെയും പല തീരുമാനങ്ങൾ എടുക്കുകയും പലതും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവ നമ്മെ പരാജയത്തിൽ കൊണ്ടുവീഴിക്കുന്നു. എന്നാൽ ആത്മവിശ്വാസത്തോടെ സുബോധത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുമ്പോൾ നാം നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി ഭവിക്കുന്നു. തെറ്റായ ആദർശവാദങ്ങളും തത്വചിന്തകളും ഒന്നും നമ്മെ ഭരിക്കാൻ അനുവദിക്കരുത്. സുബോധത്തിന്റെ ആത്മാവായ യേശുവിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിതം നയിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.